ഒഞ്ചിയത്തെ വീട്ടിലെ ടി.പി. ചന്ദ്രശേഖരന്റെ അർദ്ധകായ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് കെ.കെ. രമ നിരാഹാരത്തിനായി പുറപ്പെട്ടത്. നിരവധി ആർ.എം.പി. പ്രവർത്തകർ രമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വീട്ടിലെത്തിയിരുന്നു. രമയോടൊപ്പം ആർ.എം.പി. നേതാക്കളും അച്ഛൻ കെ.കെ. മാധവനും നിരാഹാര സമരത്തിൽ പങ്കെടുക്കും. വി.എസ്. അച്യുതാനന്ദൻ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കെ.കെ. രമ പറഞ്ഞു. CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടു പോകില്ലെന്നും രമ വ്യക്തമാക്കി. CPM-ന്റെ പങ്ക് വളരെ വ്യക്തമായിട്ട്, നേതൃത്വത്തിൻ്റെ പങ്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്നലത്തെ ജയിലിലെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ വരെ രംഗത്ത് വരുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഞങ്ങളുടെ CBI അന്വേഷണത്തിൻ്റെ ആവശ്യം വളരെ പ്രസക്തമായിരിക്കുകയാണ്. നേതൃത്വത്തിൻ്റെ പങ്ക് ഇതോടുകൂടി വ്യക്തമായ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആർ.എം.പി. പ്രവർത്തകരും ഓരോ ദിവസങ്ങളിലായി പങ്കുചേരും. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആദ്യം മുതൽ തന്നെ ആർ.എം.പിയും കെ.കെ. രമയും ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ CBI അന്വേഷണം ആകാമെന്ന് സർക്കാരിന് നിയമോപദേശവും ലഭിച്ചിരുന്നു. എന്നാൽ സർക്കാർ തീരുമാനം നീളുന്നതിൽ പ്രതിഷേധിച്ചാണ് രമ നിരാഹാരം തുടങ്ങുന്നത്. മീഡിയ 1 കോഴിക്കോട്.